നമസ്കാരം കൂട്ടുകാരൻ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തേങ്ങ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും. ഇപ്പോൾ തേങ്ങയ്ക്ക് പച്ചത്തേങ്ങയ്ക്ക് ചകരിയുള്ള തേങ്ങയ്ക്ക് 80 രൂപയാണ് വിപണികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതേസമയം ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95 രൂപയാണ് കടകളിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടുന്നത്, നാടൻ. നമ്മുടെ അടുക്കളയിൽ നിത്യസംഭവമായ തേങ്ങ, അതിൽ കിട്ടുന്ന തെങ്ങിനെ സംരക്ഷിക്കാൻ കർഷകർ വളരെയേറെ താല്പര്യം കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇതിൻ്റെ വില അനുദിനം കൂടിയും മിക്ക അടുക്കള കറികളിലും ഒരു ആവശ്യ വസ്തുവായി ഇരിക്കുകയാണ് ഈ തേങ്ങ. തേങ്ങ വില കൂടാൻ കാര്യം ലഭ്യത കുറഞ്ഞത്, അതായത് വിളവ് കുറഞ്ഞതും ഇറക്കുമതിയിലുണ്ടായ കുറവും പ്രധാന കാരണങ്ങളായി. കേരളം എന്നാൽ ഖേരവൃക്ഷങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് പണ്ട് കാലങ്ങളിൽ ഇഷ്ടംപോലെ തേങ്ങകളുണ്ടായിരുന്നു. അതെല്ലാം വെട്ടി റബ്ബറും മറ്റുമൊക്കെ ആക്കിയതോടുകൂടിയാണ് ഇങ്ങനെ ഈ തേങ്ങയ്ക്ക് ഇങ്ങനെ വില കൂടാൻ കാര്യം. പുറമേ 10/10/2025 ഏറം കാർഷിക വിപണിയിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം. പയർ കിലോ 65, പാവയ്ക്ക കിലോ 60, പടവലം കിലോ 30, കോവയൽ കിലോ 50, കുമ്പളം കിലോ 35, മത്തൻ കിലോ 30, ചുരയ്ക്ക കിലോ 20, വെള്ളരി കിലോ 25, കത്തിരി കിലോ 40, വെണ്ടയ്ക്ക കിലോ 50, പപ്പയ കിലോ 30, മുളക് കിലോ 200, കാന്താരി മുളക് 400. ഇപ്പോഴും ആ വിലയാണ്, മോഹ വിലയിലാണ് കാന്താരി മുളക് ഇപ്പോഴും. പാഷൻ ഫ്രൂട്ട് കിലോ 70, കുക്കമ്പർ കിലോ 40 മുതൽ 45, മരച്ചീനി കിലോ 25, വാഴക്കൂമ്പ് ഒരു പീസ് 8, ഇഞ്ചി കിലോ 100, നാളികേരം അവിടെ 80, തടിയൻകായ കിലോ 15, ചീര ചുവപ്പ് 50, ചീര പച്ച 40, ചേന കിലോ 40 മുതൽ 45, ചേമ്പ് കിലോ 70, കാച്ചിൽ കിലോ 70, കോഴിമുട്ട ഒരു പീസ് 8, ഏത്തൻ കിലോ ഇപ്പോൾ 35 മുതൽ 40 രൂപയാണ് ഏറം കാർഷിക വിപണിയിൽ ഓടിയത്. കപ്പക്കിലോ 50 രൂപ 60, പൂവൻ കിലോ 30 മുതൽ 50, പാളയൻ 15 മുതൽ 25, റോബസ്റ്റ 15 മുതൽ 20, ഞാലിപ്പൂവൻ കിലോ 40 മുതൽ 60. കടയിൽ പോയി പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ ഇച്ചിരിയുടെ വില കൂടും. അവരതിൻ്റെ ലാഭവും പഞ്ചായത്ത് ടാക്സും കടവാടകയും ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ അവർ വിൽക്കൂ. എന്തായാലും ഇത്രയും ഉൽപ്പന്നങ്ങൾ അവിടെ വിപണിച്ചു കൊണ്ടുവന്ന കർഷകർക്ക് വേണം ഒരു ബുക്സിലിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കൊടുത്താൽ അവർ നല്ല രീതിയിൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കും. കർഷകർ ഏറെ പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് പന്നികൾ മറ്റും ശല്യം ഉണ്ടാക്കുന്നത്. ചീനിയൊക്കെ നട്ടാൽ 2 ദിവസം കഴിയുമ്പോൾ അത് മൂടോടെ കുത്തി പിടിച്ച് കളയുകയാണ്. ഈ കർഷകർക്ക് വേണ്ടുന്നത് എലിയെ പിടിക്കുന്ന പോലെ വലിയ അടച്ചൽ ഉണ്ടാക്കി അവിടെ വെക്കുക എന്നുള്ളതാണ് ഒരു മാർഗം തന്നെയാണ്. കർഷകരാണെങ്കിൽ ചുറ്റും വേലിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, അത് നല്ല പൈസ ചിലവാകും. അങ്ങനെ മിക്ക ആൾക്കാർക്കും ചെയ്യാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ചിലർ ഈ കാർഷിക വിദ്യയിൽ തിരിയുന്നവരുമുണ്ട്. വീഡിയോ കണ്ടതിൽ വളരെ നന്ദി.